ഈ കഥയൊന്ന് പറഞ്ഞുതരാമോ? ഇത് കഥയല്ല മോനെ, ഗൂഡല്ലൂർ കർഷകരുടെ ഇതിഹാസ യാത്രയാണ്. ഗൂഡല്ലൂരിന്റെ സമരനായകന്റെ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഗൂഡല്ലൂരിനെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. ഗൂഡല്ലൂർ പ്രകൃതിയുടെ വരദാനം കൊണ്ട് സമ്പൽ സമൃദ്ധമായ നാട്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമസ്ഥാനമാണ് ഗൂഡല്ലൂർ. 17-ാം നൂറ്റാണ്ട് വരെ മൈസൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം. 1798-ൽ ടിപ്പുവിന്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ ഗൂഡല്ലൂർ പിടിച്ചെടുത്ത് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമാക്കി. 1805-ൽ ബ്രിട്ടീഷുകാർ അത് മദ്രാസ് പ്രസിഡൻസിയിൽ ചേർത്തു. അങ്ങനെ ഗൂഡല്ലൂർ കേരളത്തിലെ മലബാർ ജില്ലയുടെ ഭാഗമായി മാറി. 1877-ൽ ഗൂഡല്ലൂർ നീലഗിരി ജില്ലയിൽ ചേർക്കപ്പെട്ടു. 1929-ൽ മലബാർ കുടിയേറ്റ നിയമം പാസാക്കപ്പെട്ടു. ഗൂഡല്ലൂർ മുൻപ് മലബാർ ജില്ലയുടെ ഭാഗമായതുകൊണ്ട് ഈ നിയമം ഗൂഡല്ലൂരിനും ബാധകമായി. 1969-ൽ ഗൂഡല്ലൂർ ജന്മ അബോലിഷൻ ആക്ട് എന്ന നിയമം ഗൂഡല്ലൂരിലെ കർഷകരെ സഹായിക്കാനായി വന്നുവെങ്കിലും പിന്നീടത് ഗവൺമെന്റ് കർഷകർക്കെതിരായി ഉപയോഗിച്ചു. 1956-ൽ ഭാഷാ സംസ്ഥാന രൂപീകരണ സമയത്ത് ഭൂരിപക്ഷ മലയാളികൾ താമസിച്ചിരുന്ന ഈ പ്രദേശം ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിൽ തമിഴ്നാടിനോട് ചേർക്കപ്പെട്ടു. 1969-ൽ DMK ഭരണത്തിൽ വന്നതോടെ ഗൂഡല്ലൂരിന്റെ കഷ്ടകാലം ആരംഭിച്ചു. അതിന്നും തുടരുന്നു. 1940-കളിൽ കുടിയേറി കൃഷി ചെയ്തിരുന്ന പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കാൻ ആരംഭിച്ചു. ഈ പോർമുഖത്തേക്കാണ് അഡ്വക്കേറ്റ് ഡോക്ടർ ചെറിയാൻ എത്തിച്ചേരുന്നത്. പിന്നീട് നടന്നത് ചരിത്രം. ഗൂഡല്ലൂരിന്റെ കർഷക രക്ഷകൻ എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ MJ ചെറിയാൻ ജനിച്ചത് പാലായിലെ പ്രശസ്തമായ തറവാട് മണിയങ്ങാട്ട് മാണിക്കത്താഴെ ജോസഫിന്റെയും ത്രേസിയുടെയും മകനായിട്ടാണ്. അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പത്തിൽ 1941-ൽ കണ്ണൂരിലെ പേരാവൂർ എന്ന സ്ഥലത്തേക്ക് കുടുംബസമേതം താമസം മാറി. പേരാവൂരിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി കോഴിക്കോട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും ഗ്രാജുവേഷനും നേടിയെടുത്തു. ഗണിതശാസ്ത്രം, നിയമം, രാഷ്ട്രതന്ത്രം, ഗാന്ധിയൻ ചിന്ത തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്ത ബിരുദവും നേടി. 1997-ൽ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രത്തിലും നിയമത്തിലും PhD നേടി. സഞ്ചാരപ്രിയനായ MJ ചെറിയാൻ യാദൃശ്ചികമായി ഗൂഡല്ലൂരിലെത്തി. ഗൂഡല്ലൂരിലെ യാത്രയിൽ ദേവർഷോലയിൽ നിന്നും പരിചയപ്പെട്ട ഒരാളുടെ ഇടപെടലിൽ ദേവർഷോലയിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി നേടി. കുറച്ചു വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം തന്റെ നിയമപഠനം തുടരാനായി മദ്രാസിലേക്ക് പുറപ്പെട്ടു. 1969-ൽ കരുണാനിധിയുടെ ഭരണ നേതൃത്വത്തിൽ ഗൂഡല്ലൂരിലെ കർഷകർ കടുത്ത കുടിയിറക്ക് ഭീഷണി നേരിട്ടു. ഇതിനെതിരെ സ്റ്റേ വാങ്ങാനായി ഗൂഡല്ലൂരിലെ ജനപ്രതിനിധികൾ മദ്രാസിലെത്തി. ഗൂഡല്ലൂരിലെ അധ്യാപകനായി പ്രവർത്തിച്ച പരിചയം വെച്ച് അവർ അഡ്വക്കേറ്റ് MJ ചെറിയാനെ സമീപിച്ചു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം അവർക്ക് സ്റ്റേ വാങ്ങി നൽകി. ഇക്കാലത്തെ ഗാന്ധി മാർഗ പ്രവർത്തകരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഡോക്ടർ MJ ചെറിയാൻ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയ്ക്ക്. അദ്ദേഹം സുപ്രീം കോടതി വക്കീലാണ്. ഗൂഡല്ലൂരാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം. ഇപ്പോഴദ്ദേഹം അവിടെയാണ് വിശ്രമ ജീവിതം നയിക്കുന്നത്. അദ്ദേഹത്തിന് 88 വയസ്സായി. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഗാന്ധിയുടെ വഴിക്കുള്ള ഒരാളാണ്. അപ്പൊ ഒരു കൗതുകമുള്ള എന്താ വെച്ചാല്, ഗാന്ധിയും തൊഴിലുകൊണ്ട് വക്കീലായിരുന്നു, ചെറിയാൻ സാറും വക്കീലാണ്. അപ്പോ വക്കീലന്മാര് പൊതുവെ കളവ് പറഞ്ഞാണ് ജീവിക്കുന്നതൊരു ധാരണയുണ്ട്. സത്യം പറഞ്ഞും പാലിച്ചും വക്കീൽ ജീവിതം നയിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് ഗാന്ധി. ആ വഴിക്കാണ് ചെറിയാൻ സാർ. അദ്ദേഹം ഗാന്ധിയുടെ സത്യത്തെയും നീതിയെയും പറ്റിയുള്ള സങ്കല്പം എന്താണ് എന്ന് അന്വേഷിച്ചിട്ടാണ് പ്രബന്ധം എഴുതിയത്. അതാണ് ഗാന്ധിസ് കൺസെപ്റ്റ് ഓഫ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ആ പ്രബന്ധത്തിന് അദ്ദേഹത്തിന് PhD കിട്ടി. അത് ഇംഗ്ലീഷിൽ വന്നു, മലയാളത്തിൽ വന്നു, തമിഴിൽ വന്നു. മലയാളത്തിൽ ആദ്യം ആ ഇംഗ്ലീഷ് പുസ്തകത്തിന് അവതാരിക എഴുതിയത് അദ്ദേഹത്തിന്റെ എന്റെയും ഗുരുനാഥനായ സുകുമാർ അഴീക്കോടാണ്. അഴീക്കോട് മാഷും ഒരു ഗാന്ധി മാർഗ പ്രവർത്തകനാണ്. അപ്പോ ചെറിയാൻ സാറ് വെറുതെ വക്കീലായിട്ട് ഇരിക്കുകയും ഗാന്ധിയെ പറ്റി ലേഖനം എഴുതുകയും പുസ്തകം എഴുതുക മാത്രമല്ല, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. കർഷകർക്ക് വേണ്ടി ഗൂഡല്ലൂരിലെ
1978 നടന്ന പ്രസിദ്ധമായ കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങളെ പറ്റിയുള്ള സമരം അദ്ദേഹം ഏറ്റെടുത്തു. സമരമുഖത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി കോടതികളിൽ വാദിച്ചു, സുപ്രീം കോടതി വരെ അദ്ദേഹം വാദിച്ചു, അത് ജയിച്ചു. ഗാന്ധിയെ പറ്റി ആലോചിക്കുമ്പോൾ 1915 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വരുന്നത്. വന്നിട്ട് അദ്ദേഹം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 1917 ചമ്പാരൻ സമരമാണ്. അവിടുത്തെ നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ സമരം. എപ്പോഴും കർഷകരുടെ കൂടെ നിൽക്കുന്ന ഒരു വക്കീലാണ് ഗാന്ധി. കർഷകരുടെ വക്കീലാണ് അദ്ദേഹം എന്ന് പറയാം. അദ്ദേഹത്തിന്റെ വേഷം ഒരു ഗ്രാമീണ കർഷകന്റെ വേഷമാണ്. കോടതിയിൽ നിങ്ങൾക്ക് എന്താണ് പണി എന്ന് കോടതി ചോദിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും പറയുന്നത് ഞാൻ കർഷകനും നെയ്ത്തുകാരനുമാണ് എന്നാണ്. കാരണം വസ്ത്രം നൂറ്റുണ്ടാക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു പേരാണ്, ഒരു തത്വചിന്തയാണ് ഗാന്ധിയുടേത്. അപ്പോ സത്യത്തിനും അഹിംസയ്ക്കും വില കെട്ടുവരുന്ന ഒരു കാലത്ത് അത് ആ രണ്ട് മൂല്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും പ്രബന്ധം എഴുതുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ചെറിയാൻ സാറിന്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കൃഷിക്കാരുടെ ആയിരക്കണക്കിന് ഏക്കർ വരുന്ന കൃഷിസ്ഥലങ്ങൾ നശിപ്പിച്ച് ഫോറസ്റ്റുകാർ യൂക്കാലി നട്ടുപിടിപ്പിച്ചു. ഈ സാഹചര്യം അവരുടെ വക്കീലെന്ന നിലയിൽ അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തു. മദ്രാസ് ഹൈക്കോടതിയിലെ ഉന്നത പദവികൾ നിരാകരിച്ച് അദ്ദേഹം ഗൂഡല്ലൂർ മജിസ്ട്രേറ്റ് കോടതിക്കടുത്ത് താമസമാക്കി. ഈ സമയം സർവകക്ഷി രാഷ്ട്രീയക്കാർ ചേർന്ന് പട്ടയം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കർഷകരെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നു. ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ച് കൃഷി നടത്തിക്കൊണ്ടിരുന്നവർക്ക് പട്ടയം നൽകാതെ വെറും 10% താഴെയുള്ള ജനങ്ങൾക്ക് 3 ഏക്കർ പട്ടയം നൽകി ബാക്കിയുള്ള ഭൂമി തിരിച്ചുപിടിക്കാൻ ഗവൺമെന്റ് നീക്കം തുടങ്ങി. ഈ നീക്കമറിഞ്ഞ ചെറിയാൻ സാർ കർഷകരെ സംരക്ഷിക്കണമെന്നുറച്ച് വീണ്ടും രംഗപ്രവേശം ചെയ്തു. അഡ്വക്കേറ്റ് MJ ചെറിയാൻ എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു പ്രഗത്ഭനായ നേതാവാണ്. അദ്ദേഹം ഗൂഡല്ലൂരിലെ അധ്യാപകനായിട്ട് ചെന്ന് ഗൂഡല്ലൂരിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. പിന്നീട് അഭിഭാഷകനായി ഗൂഡല്ലൂരിലെ മലയാളികളെ കുടിയിറക്കുന്നതിനെതിരെ ധീരമായ പോരാട്ടം നടത്തി. അത് ചരിത്രം വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധം, അഭിഭാഷകരുമായിട്ടുള്ള ബന്ധം, സുപ്രീം കോടതിയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം അദ്ദേഹത്തെ ഒരു സമരനായകനാക്കി. ഗാന്ധിയൻ തത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ശ്രീ MJ ചെറിയാൻ ഗാന്ധിജിയെ പറ്റി പുസ്തകം എഴുതുകയും ഗാന്ധിയൻ രീതിയിലൂടെ സമരങ്ങൾ നയിക്കുകയും ചെയ്തു. അദ്ദേഹം തീർച്ചയായിട്ടും ഗൂഡല്ലൂരിലെ ജനങ്ങൾക്ക്, മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നേതാവാണ്. ഗൂഡല്ലൂർ കർഷക സംഘം എന്നൊരു സംഘടന രൂപീകരിച്ച് ഗവൺമെന്റിന്റെ നീചമായ കുടിയൊഴിപ്പിക്കലിനെതിരെ ഐതിഹാസികമായ പല സമരങ്ങളും സംഘടിപ്പിച്ചു. വരാൻ പോകുന്ന ആപത്ത് അദ്ദേഹം കർഷകരെ ബോധ്യപ്പെടുത്തി. കുടിയൊഴിപ്പിക്കലും വെട്ടിനിരത്തലും മറുഭാഗത്ത് ഗവൺമെന്റ് നടത്തിപ്പോന്നു. ഈ സമയം അഡ്വക്കേറ്റ് ചെറിയാൻ 5000-ഓളം ജനങ്ങളെ സംഘടിപ്പിച്ച് ഗവൺമെന്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് വെച്ചുപിടിപ്പിച്ച 80,000-ഓളം വരുന്ന യൂക്കാലി തൈകൾ MJ ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിനശിപ്പിച്ചു. ഈ സംഭവമറിഞ്ഞ കരുണാനിധി സർക്കാർ 1000-ഓളം വരുന്ന പോലീസുകാരെ ഗൂഡല്ലൂർ പ്രദേശത്ത് വിന്യസിച്ചു. അവർ ജനങ്ങളുടെ സ്വത്തുവകകൾ നശിപ്പിക്കുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. ചെറിയാൻ സാറെ കണ്ടാലുടൻ വെടിവെക്കാൻ ഓർഡർ കൊടുത്തു. ഇതറിഞ്ഞ അദ്ദേഹം ഒളിവിൽ പോയി. ഒളിവിലായിരുന്ന സമയത്തും AK ആന്റണി പോലുള്ള ദേശീയ നേതാക്കളെ ബന്ധപ്പെട്ട് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. ഈ സമയം ഗവൺമെന്റ് കർഷകർക്ക് നേരെയുള്ള നരനായാട്ടും അക്രമവും തുടർന്നുകൊണ്ടേയിരുന്നു. അഡ്വക്കേറ്റ് ചെറിയാൻ ഈ സമയം മറ്റൊരു സമരനായകനായിരുന്ന ഫാദർ വടക്കനെ കൂട്ടുപിടിച്ച് നീലഗിരിയുടെയും വയനാടിന്റെയും അതിർത്തി പ്രദേശമായ പഴൂരിൽ അച്ഛൻ നിരാഹാരമിരുന്നു. നേതാക്കന്മാരുടെ സമ്മർദ്ദം മൂലം ഇന്ദിരാഗാന്ധി നേരിട്ട് പ്രശ്നത്തിലിടപെട്ട് കരുണാനിധിക്ക് നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ നിരാഹാരം അവസാനിച്ചു. ഗവൺമെന്റുമായുള്ള ചർച്ച വിജയകരമായി. അഡ്വക്കേറ്റ് ഡോക്ടർ ചെറിയാൻ ഗൂഡലിനെ കുറിച്ചിട്ടുള്ള ഈ ഡോക്യുമെന്റ് ശരിയായി പറഞ്ഞാൽ വരുന്ന തലമുറയ്ക്കുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. 1978 ഗൂഡല്ലൂരിൽ നടന്ന കാർഷിക കുടിയിറക്കിനെതിരെ പോരാടിയ ഗൂഡല്ലൂരിന്റെ ഇതിഹാസ നായകനാണ് അദ്ദേഹം. എന്നാൽ അഡ്വക്കേറ്റ് ചെറിയാനെതിരെയുള്ള കള്ളക്കേസുകൾ ഒഴിവാക്കിയിരുന്നില്ല. അദ്ദേഹത്തെ പോലീസ് തേടിക്കൊണ്ടിരുന്നു. കിട്ടിയാൽ കൊല്ലുമെന്നുറപ്പായിരുന്നു. അദ്ദേഹം രഹസ്യമായി മദ്രാസ് കോടതിയിലെത്തി കീഴടങ്ങി. കേസിൽ നിന്നൊഴിവായെങ്കിലും 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ VM താർക്കുണ്ടെ, പ്രശാന്ത് ഭൂഷൺ, ഇന്ദ്ര ജയസിംഗ്, CH വൈദ്യനാഥൻ ഇവരുമായി ചെറിയാൻ സാർ വളരെ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്നു. ഞാൻ വന്ന് 2005 വക്കീലായതാണ്. ഞാൻ വക്കീലായ ഉടനെ തന്നെ ഡോക്ടർ MJ ചെറിയാൻ അഡ്വക്കേറ്റ് ജൂനിയറായിട്ട് ആണ് ഇവിടെ വന്നത്. അതിന് മുമ്പ് എനിക്ക് ഡോക്ടർ MJ ചെറിയാൻ അഡ്വക്കേറ്റ് അറിയാം. ഞാൻ പഠിക്കാൻ തന്നെ ഒരു മോട്ടിവേഷൻ തന്ന ഒരു വക്കീലുമാണ് എന്നും പറയാം.
അങ്ങനെ 2-3 വർഷം മൂപ്പർക്ക് ജൂനിയറായിരിക്കുമ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോ അഡ്വക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 രീതി എടുക്കാം, മണി മൈൻഡഡ് ആൻഡ് അതുപോലെ സർവീസ് മൈൻഡഡ്. പുള്ളിയെ സംബന്ധിച്ച് നല്ലൊരു സർവീസ് മൈൻഡഡ് എന്നാണ് നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഗൂഡല്ലൂർ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാല് പല കേസുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും കൂടിയും പുള്ളിന്റെ ആ ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അത് കാരണം കൊണ്ടാണ് ഇന്നും ശ്രീമദ്ര വില്ലേജ് പോലെ സ്ഥലങ്ങളിൽ വന്നിട്ട് അവിടെ വന്ന ജനങ്ങൾ ഇന്നും അവിടെ ഒരു ആശ്വാസമായി ജീവിക്കാൻ കാരണം പുള്ളിയാന്ന് പറയാം. ഇന്നും അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടിയും ഇന്നും ജനങ്ങൾ അവിടെ നിന്ന് പോരാടാനുള്ള ആ റൈറ്റ്സും ആ ഒരുമയും ഇന്ന് കൊടുത്തത് ഡോക്ടർ NJ ചെറിയാനാണ്. അത് മാത്രമല്ല, ഞാൻ ജൂനിയർ ആയിരുന്ന രീതിയിൽ പുള്ളി എനിക്ക് ഡൽഹി പോകാനും അതുപോലെ തന്നെ ഹൈദരാബാദ് അതുപോലെ നാഗ്പൂർ അങ്ങനെ പല സ്ഥലങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങളും നമ്മളെ വന്ന് പുറലോകം കാണിച്ച് നല്ലൊരു മോട്ടിവേഷൻ തന്ന ഒരാളും കൂടി എന്ന് പറയാം, നല്ലൊരു സീനിയർ എന്ന് കൂടി പറയാം. അപ്പോ പുള്ളി വന്ന് ഗാന്ധിയൻ തോട്ട്സിൽ വന്ന് PhD ചെയ്ത് ഇന്ന് ഗൂഡല്ലൂര് മാത്രമല്ല നീലഗിരി ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിൽ തന്നെ വിരലിൽ എണ്ണാൻ മാത്രമുള്ള അഡ്വക്കേറ്റ്സ് ആണ് ഈ PhD ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കഴിവുള്ള ഈ വക്കീൽ നമ്മുടെ ഗൂഡല്ലൂർ ഉണ്ട് എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ് നമുക്ക്. അഡ്വക്കേറ്റ് ചെറിയാന്റെ സഹധർമ്മിണി കാഞ്ഞിരപ്പള്ളി അഞ്ഞിലിപ്പ ഉറുമ്പക്കൽ ജോസഫ് പോളിന്റെ മകൾ മേരിയാണ്. ഗൂഡല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അധ്യാപികയായി സേവനം ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ചെറിയാൻ മേരി ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. മകൻ അഡ്വക്കേറ്റ് തേജസ് ചെറിയാൻ, മകൾ താര ചെറിയാൻ. 1993 ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ വെച്ച് 2ാം ലോക മനുഷ്യാവകാശ സമ്മേളനം ഐക്യരാഷ്ട്രസഭയാൽ നടത്തപ്പെട്ടു. ഇതിൽ AV വാജ്പേയി, മൻമോഹൻ സിംഗ് മുതലായ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം അഡ്വക്കേറ്റ് ഡോക്ടർ ചെറിയാൻ ഗൂഡല്ലൂരിനും പ്രത്യേക ക്ഷണം ലഭിച്ചു. ഈ വേദിയിൽ ഗൂഡല്ലൂരിൻ്റെ ദുരിത ജീവിതം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനായി. ഇത് ലോക നേതാക്കളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ഗൂഡല്ലൂരിലെ ജനങ്ങൾ പട്ടയം ലഭിച്ച് ആധുനിക ജീവിതത്തിലേക്ക് ചേക്കേറി. പതുക്കെ അദ്ദേഹത്തിനെ എല്ലാവരും വിസ്മരിച്ചു തുടങ്ങി. ഇപ്പോൾ ബെൽറ്റ് ഏരിയ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി തുടങ്ങിയ തീരുമാനങ്ങളുടെ ഫലമായി ജനങ്ങളെ പുകച്ചു ചാടിക്കാനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നന്ദികെട്ട ജനം അദ്ദേഹം MLA ആയി മത്സരിച്ചപ്പോൾ ചെയ്തതെല്ലാം വിസ്മരിച്ച് അദ്ദേഹത്തെ ജയിപ്പിച്ചില്ല. അദ്ദേഹം ഒരു MLA ആയിരുന്നെങ്കിൽ ഗൂഡല്ലൂരിൻ്റെ പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയേനെ. അഡ്വക്കേറ്റ് ചെറിയാൻ സമ്പാദിച്ച സുപ്രീം കോടതി വിധിയില്ലായിരുന്നുവെങ്കിൽ ഗൂഡല്ലൂർ എന്ന പ്രദേശം ഫോറസ്റ്റായി എന്നേ രേഖപ്പെടുത്തിയേനെ. ഇന്ന് കാണുന്ന ഗൂഡല്ലൂർ ഉണ്ടാകുമായിരുന്നില്ല. I am very, very happy to remember the contribution that Mr. Cherian has made to the farmers and all, including the indigenous people of Gudalur. Gudalur, which is on the border of Karnataka, Tamil Nadu, Kerala, is rich in natural resources. But when such farming lands and other resources are taken over and snatched away from the local communities, it is someone like Mr. Cherian who has to come forward, and with other fathers and local persons' strength, he really wins the battle. We know Mr. Cherian because he sent Sukumar, one young boy, to our Narmada movement, and he himself supported Narmada movement forever. And we all know that his feelings are for and with perspective of the sustainable and just development. As an advocate, he has taken number of legal actions right at the top to the apex court based on the constitutional value framework. And even today, I think he is still committed to the change and transformation that needs to be brought to this country, because he is for secularism, he is for socialism, not for power-oriented politics. So it is very, very creditable really that some young boys and his supporters have taken over this task of creating a documentary, and hence I salute and send all the wishes from the Valley of Narmada and on behalf of National Alliance of People's Movements to Mr. Cherian for a long, successful and committed life. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ താലൂക്കിൽ അധിവസിക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന മലയാളി കർഷകരുടെ മണ്ണിലുള്ള അവകാശം സംരക്ഷിക്കുന്നതിനും ഗൂഡല്ലൂർ പ്രശ്നം ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും
കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ അറിയിക്കുന്നതിനുമായി അഡ്വക്കേറ്റ് ചെറിയാൻ പിന്നിട്ട വഴികൾ കഠിനവും ഭയപ്പെടുത്തുന്നതുമാണ്. 1970 ആരംഭിച്ച് ഇന്നും തുടരുന്ന ഈ സമരത്തിൽ അയ്യപ്പൻ, ഫാത്തിമ കോയ, TV ജോസഫ്, ലൂയിസ് തുരുത്തിയിൽ എന്നിവർ രക്തസാക്ഷികളായി. കൂടെ മറ്റനവധി പേരും ജീവൻ നഷ്ടമായി. ചാച്ചൻ മരിച്ചിട്ട് 46 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും അവിടുത്തെ ഭൂമി പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. ചാച്ചൻ മരിച്ച കല്ലറയുൾപ്പെടെ ഉള്ള 76 ഏക്കർ സ്ഥലത്ത് ഫോറസ്റ്റുകാർ കുടിയിറക്കിനുള്ള നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. പള്ളിയും മഠവും പല വീടുകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ചെറിയ ഭാഗം അവിടെ നിൽക്കുന്നു. ഇതേമാതിരി ഓരോരോ ഏരിയകളിൽ അവർ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്ത് കുടിയിറക്കിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1978 ഒക്ടോബർ 5 തീയതി മുതൽ തുടങ്ങിയ കുടിയിറക്ക് നിർത്താത്തതിനാൽ RD ഓഫീസിന് മുന്നിൽ പോയി മണ്ണെണ്ണയും പെട്രോളും കൂടി ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതിനു മുമ്പായിട്ട് ഒരു മാൻഡിൽ ബോക്സ് സംഘടിപ്പിച്ച് അതിൽ ചാച്ചൻ്റെ ഡയറിയിൽ കുടിയിറക്ക് നിർത്തുക എന്നും തുരുത്തി ലൂയിസ് എന്നും പേര് എഴുതി വെച്ചു. ചാച്ചൻ്റെ പേനയും വാച്ചും കണ്ണടയും അതിൽ വെക്കുക ചെയ്തേ. അതിൽ പ്രകാരമാണ് ആളെപ്പോലും അറിഞ്ഞത്. RD ഓഫീസിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തീ പടർന്ന് ആളി റോഡിൽ തന്നെ മരിച്ചു വീഴുകയാണ് ചെയ്തത്. ഗൂഡല്ലൂർ കർഷകരുടെ ഭൂപ്രശ്നത്തിന് വേണ്ടി ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ചെറിയാൻ, ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിലും ആണ് ഈ ചരിത്രം എഴുതാനുണ്ടായ കാരണം. യഥാർത്ഥത്തിൽ ഗൂഡല്ലൂരിന്റെ ചരിത്രത്തെ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഗൂഡല്ലൂരിന്റെ ഇപ്പോഴത്തെ ചരിത്രത്തിന്റെ ചരിത്ര നായകൻ ചെറിയാൻ വക്കീൽ തന്നെയാണ്. അദ്ദേഹത്തെ വിട്ടിട്ട് ഗൂഡല്ലൂരിന് ഒരു ചരിത്രമില്ല. കാരണം ഇവിടെ കുടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് അങ്ങാരുടെ അറിവും അങ്ങാരുടെ സമ്പത്തും മുഴുവൻ അതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ച് ഇപ്പം ശിഷ്ടകാലത്ത് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കരുണാനിധി മുഖ്യമന്ത്രിയായ അന്ന് മുതൽ തന്നെ ഇവിടെ ഈ ഗൂഡല്ലൂർ താലൂക്ക് നീലഗിരി ബയോസ്ഫിയറിൽ പെട്ടതാണ്. അതായത് കൊടകും വയനാടും നീലഗിരി. ഇതെന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്ലെയിം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെയുള്ള ആളുകളെ പട്ടയം കൊടുക്കാനാണ് നമ്മൾ നിയമം ഉണ്ടാക്കിയിട്ട് പട്ടയം കൊടുക്കാതെ, പട്ടയത്തിന് എൻക്വയറി നടത്താതെ അവരെ കുടിയിറക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പന്തല്ലൂര് ഇവർ കുടിയിറക്കുന്ന സമയത്ത് സ്കൂളിലെ ബെല്ലടിച്ച് കുട്ടികളെയൊക്കെ ഇറക്കി ഒരു 4000 ആളുകളെ കൂട്ടി പന്തല്ലൂർ ഫർക്കെ കുടിയിറക്ക് തടഞ്ഞു. അനീതിയോടും അക്രമത്തിനോടും എതിരെ നിരന്തരം പോരാടുന്ന ഒരു ഗാന്ധിയനും മനുഷ്യസ്നേഹിയും ഒരു കർഷക നേതാവുമാണ് അഡ്വക്കേറ്റ് ഗൂഡല്ലൂർ MJ ചെറിയാൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ആദ്യകാലങ്ങളിലെല്ലാം മാർക്സിന്റെയും മാവോയുടെയും ഒരു ശൈലിയാണ് ഞാൻ പിന്തുടർന്നത്. അങ്ങനെയാണ് 1971, 72, 71 കാലഘട്ടത്തിൽ ഒരു സായുധ സമരം തന്നെ കർഷകരെ അണിനിരത്തിക്കൊണ്ട് ചെയ്യുന്നത്. ഗാന്ധിയൻ മാർഗത്തിലൂടെ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം LLB പാസ്സായി മദ്രാസ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹം 1980കളിൽ സുപ്രീം കോടതിയിൽ ആദ്യമായിട്ട് ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുകയും പ്രത്യേകിച്ച് ലോക്കൽ സ്റ്റാൻഡി റൂള് റദ്ദാക്കിക്കൊണ്ട് ആ ഒരു പൊതു താല്പര്യ ഹർജിയിൽ ഗൂഡല്ലൂരിന്റെ ജന്മഭൂമിയിൽ നിന്ന് കർഷകരെ കുടിയിറക്കുന്നതിനെതിരെ ഒരു സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഗൂഡല്ലൂരിലെ കർഷകർക്ക് തങ്ങളുടെ ഭൂമിയിൽ ഒരു സ്ഥിര അവകാശം ലഭിക്കുന്നത്. അഡ്വക്കേറ്റ് ഡോക്ടർ ചെറിയാന്റെ ഗൂഡല്ലൂരിന്റെ ഇതിഹാസയാത്ര എന്ന പുസ്തകത്തിൽ ചരിത്രത്തിന്റെ നാൾവഴികൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. I am very glad and proud to speak about my dad, Advocate Dr. MJ Cherian. He is a celebrated personality in Gudallur, as you all might know. So we have had a very eventful childhood, especially because of his activities in Gudallur amongst the farmers of Gudallur.
right from the late 70s, which continues even today. I know that he's a legend, but usually legends are celebrated after their times. So I'm glad that Isaac and his team and Pepper Studios have taken this initiative to make this documentary Epic Leader of Gudalur, so that the current generation and the future generation of Gudalur and the entire country can know about this person who has taken some unprecedented steps to bring justice to the farmers of Gudalur. അഡ്വക്കേറ്റ് ചെറിയാനെ പോലെ നിമിത്തമായ ഒരാൾ ഗൂഡല്ലൂരിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഗൂഡല്ലൂരിൻ്റെ വിധി മറ്റൊന്നാകുമായിരുന്നു. ഇന്നും തീരാത്ത ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. ഗൂഡല്ലൂർ ജനത ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ് അഡ്വക്കേറ്റ് ഡോക്ടർ MJ ചെറിയാൻ. ഡോക്ടർ ചെറിയാൻ ഗൂഡല്ലൂർ എന്ന് പറയുന്ന കർഷക നേതാവിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട ഏകദേശം 35 വർഷമായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എഴുത്തുകളും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അതേപോലെ തന്നെ അദ്ദേഹം നടത്തിയ സമരങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിർഭയനായ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളാണ്. അദ്ദേഹം എന്തെങ്കിലും സമയത്ത് ഭയന്നു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മാനസിക ധൈര്യം എന്ന് പറയുന്നത് അത്രമാത്രം സ്പഷ്ടമായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെയോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെയോ ഒക്കെ അദ്ദേഹം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ നിഷ്കളങ്കനായ കുട്ടിയുടെ കാഴ്ചപ്പാടിലല്ല, തീർത്തും ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ കാഴ്ചപ്പാടുകളെല്ലാം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. ഇന്ന് ഗൂഡല്ലൂർ ജനത അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ കാരണം, അതിന് ഒരു ബേസിക് കാരണം തന്നെ ചെറിയാൻ സാറിന്. കാരണം അന്ന് ആ സ്റ്റേ വാങ്ങിയത് കൊണ്ട് ജനങ്ങൾക്കെല്ലാം അവരവരുടെ കൃഷി തുടരുവാനും ആ കൃഷിഭൂമിയിൽ വീടുകൾ വെച്ച് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് ചെറിയാൻ സാർ ഒരു വ്യക്തിയുടെ അന്നത്തെ ആ പരിശ്രമമാണ്. അതിന് പുള്ളിയോടൊപ്പം പലരും സഹകരിച്ചിട്ടുണ്ടെങ്കിലും അതിന് ചെറിയാൻ സാർ ഒരു ഇതിഹാസ പുരുഷന്മാര് ഗൂഡല്ലൂരിന്റെ രക്ഷകനായിട്ട് ആ സമയം அவதரிச்ச போലെയാണ്. என்ன எழுத்து போராடினாலும் சரி, அத்தனை அரசியல்வாதிகளையும் எழுத்து போராடி இன்னுமே கோர்ட்டுக்காக நடந்துட்டு இருக்கக்கூடிய ஒரு பெருந்தலைவராக இருக்கக்கூடிய செரியன் ஐயா அவர்கள் இருக்கார். அவர் எங்க கூட்டத்திலே வந்து எங்களுடைய சட்ட ஆலோசகராக இருந்து எந்த போராட்ட குழுவிலையுமே பெரிய போராட்டத்தை நாங்கள் ஒருங்கிணைச்சு இங்க இருக்கிற சமுதாய மக்களுக்காக, புலிகள் காப்பத்துக்காக பெரிய போராட்டம் பண்றதுல உண்மையா இருந்தவர். அவர் விவசாயிகள் வாழ்வதற்காக இன்னும் பல பிரச்சனைகளை கையில் எடுத்து போராடி கொண்டிருக்கக்கூடியவர் தான் செரியன் ஐயா. പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി ശ്രമിക്കാതെ അദ്ദേഹം ഗൂഡല്ലൂരിലെ ജനതയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗവും സേവനങ്ങളും ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. തൻ്റെ ജീവിതകാലം മുഴുവനും പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ജീവിച്ച അഡ്വക്കേറ്റ് ചെറിയാൻ ഗൂഡല്ലൂർ ഭൂമി പ്രശ്നം തീരുന്നതിന് നീലഗിരി, വയനാട്, കർണാടകയിലെ കുടക് മുതലായ പ്രദേശങ്ങൾ ഏകോപിച്ചുകൊണ്ട് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് വിഭാവനം ചെയ്യുന്നത്. 86-ാമത്തെ വയസ്സിലും യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ ഇനിയും ഗൂഡല്ലൂരിലെ തീരാത്ത കർഷക പ്രശ്നങ്ങൾക്കായി അദ്ദേഹം പടപൊരുതുന്നു. ദൈവം ദീർഘായുസ്സും ആയുരാരോഗ്യങ്ങളും അദ്ദേഹത്തിന് നൽകട്ടെ, ഗൂഡല്ലൂരിലെ ജനങ്ങൾക്ക് വേണ്ടി.